ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. 1-3 ഗോളുകൾക്കാണ് വിയ്യാറയലിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ, കിലിയൻ എംബപ്പെ എന്നിവരാണ് ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോളുകൾ നേടാൻ റയലിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 47-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബപ്പയുടെ അസിസ്റ്റിൽ നിന്നും വിനീഷ്യസ് ജൂനിയർ ഗോൾ സ്വന്തമാക്കി. പിന്നീട് 69-ാമത്തെ മിനിറ്റിൽ റയലിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കുന്നു. അത് വിനീഷ്യസ് ജൂനിയർ ആണ് എടുത്തത്. അദ്ദേഹം ഗോൾ നേടി. പിന്നീട് 73-ാമത്തെ മിനിറ്റിൽ വിയ്യാറയൽ ഒരു ഗോൾ മടക്കി. എന്നാൽ 77-ാമത്തെ മിനിറ്റിൽ അവരുടെ താരമായ സാന്റിയാഗോ മൗറീനോ റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയായിരുന്നു. ഇതോടുകൂടി 10 പേരായിക്കൊണ്ട് അവർ ചുരുങ്ങി. പിന്നീട് 81-ാമത്തെ മിനിറ്റിൽ ബ്രാഹിം ഡയസിന്റെ അസിസ്റ്റിൽ നിന്നും കിലിയൻ എംബപ്പെ ഗോൾ നേടിയതോടുകൂടി ഈ മത്സരത്തിൽ വിയ്യാറയൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് റയലിന് ലഭിച്ച പെനാൽറ്റി, അതുപോലെ തന്നെ വിയ്യാറയൽ താരത്തിന് റെഡ് കാർഡ് കാണേണ്ടി വന്നത്, ഇതെല്ലാം തന്നെ വിയ്യാറയൽ താരങ്ങൾക്കിടയിലും പരിശീലകനിടയിലും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിയ്യാറയലിന്റെ അർജന്റീൻ സൂപ്പർ താരമായ യുവാൻ ഫോയ്ത്ത് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് പെനാൽറ്റിയുടെ കാര്യത്തിലാണെങ്കിലും റെഡ് കാർഡിന്റെ കാര്യത്തിലാണെങ്കിലും തനിക്ക് ഒരു അഭിപ്രായം ഇപ്പോൾ പറയാൻ ഇല്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശിക്ഷിക്കും എന്നാണ് ഇപ്പോൾ യുവാൻ ഫോയ്ത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിലൊന്നും അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാൻ താനില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തനിക്ക് ഒരു ശിക്ഷാ നടപടികളൊക്കെ നേരിടേണ്ടി വരും എന്നാണ് യുവാൻ ഫോയ്ത്ത് ഇപ്പോൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മത്സരത്തിൽ മികച്ച പ്രകടനമാണ് റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ നടത്തിയത് അവർ തന്നെയാണ്. 26 ഷോട്ടുകൾ അവർ ഉതിർത്തിട്ടുണ്ട്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത്. 8 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റാണ് അവർക്കുള്ളത്. ഒരു മത്സരം കുറച്ച് കളിച്ച FC ബാഴ്സലോണ 2-ാം സ്ഥാനത്തുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.